ഭാര്യയുടെ എളാപ്പാന്റെ ഭാര്യ. ഭാര്യന്റെ എളാപ്പാന്റെ ഭാര്യ നിങ്ങളാരാണ് അല്ലേ? ഭാര്യന്റെ എളാപ്പാന്റെ ഭാര്യ എന്ന് മാത്രല്ല, ആ ഭാര്യന്റെ സ്വന്തം ആങ്ങളക്കിനെ തൊട്ടാ ഒന്നും മുറിയും. ഭാര്യന്റെ നമ്മുടെ സ്വന്തം എളാപ്പ കെട്ടിയ ഇളയമ്മ ഉണ്ടാവില്ല, എളാപ്പ കെട്ടിയ ഇളയമ്മ, നമ്മുടെ സ്വന്തം ഉപ്പാന്റെ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരൊക്കെ കെട്ടിയ ഇളയമ്മയും മുത്തമ്മയൊക്കെ ഉണ്ടല്ലോ, അവരെ നമ്മളെന്നെ തൊട്ടാ ഒന്നും മുറിയും. പിന്നെ ഇനി ഭാര്യന്റെ പറയണ്ട. അപ്പൊ എല്ലാം ചെയ്യാൻ ഒന്നും മുറി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, വിളിക്കുറിയിൽ ലേലക്കുറിയിൽ കൂടാൻ പറ്റുമോ? പറ്റൂല, അത് ഹറാമാണത്. അതെ, അതായത് ചില ആളുകൾക്ക് പിന്നെ വളരെ ധൃതിയുണ്ട്, ആളുകൾക്ക് പ്രയാസമുണ്ട്, വിഷമമുണ്ട്. അവർ അടച്ചതിനേക്കാളും ചെറിയ സംഖ്യക്കാണ് അവർ വിളിച്ചെടുക്കുക. അപ്പൊ അവർക്ക് അവർ അടച്ച സംഖ്യയിൽ നിന്ന് കുറച്ച് സംഖ്യ നഷ്ടപ്പെടുന്നു. അത് വേറെ ചില ആളുകൾ, വിളിക്കാത്ത ആളുകൾക്കോ അവരടച്ചതിനേക്കാളും കൂടുതൽ കിട്ടുകയും ചെയ്യുന്നു. അത് ഹറാമാവുന്ന പലിശയാണ്. അതിൽ അങ്ങനത്തെ അത്തരം കുറികളിൽ കൂടാൻ പാടില്ല, ഹറാമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, ക്ലാസ് റൂം വഴി നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുന്നതിനോടൊപ്പം ടൈപ്പ് ചെയ്യുന്നതിന് പ്രതിഫലം ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലല് അത് സുന്നത്തായ അമലാണ്. റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലൽ പിന്നെ സുന്നത്തായ അമലാണ്. റസൂലുള്ളാഹിന്റെ പേര് പിന്നെ അതേ സമയത്ത് ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ കൈ കൊണ്ട് എഴുതുന്നുണ്ട്, അതിനും കൂലി കിട്ടും, അതിന്റെയും പ്രതിഫലം ലഭിക്കും. അതിന്റെ കണക്ക്. ഒരാള് സലാം പിന്നെ എഴുത്തിലൂടെ അറിയിച്ചു നിൽക്കുക, ഒരാൾ സലാം എഴുത്തിലൂടെ അറിയിച്ചു, എന്നാൽ അതിന് നാവ് കൊണ്ട് പറയുന്ന അതേ വിധി തന്നെയാണ്. കത്തിലെന്ത് ചെയ്ത് ഒരു കടലാസം കാശത്തിൽ ഒരാൾക്ക് സലാം എഴുതി കൊടുത്ത് അയച്ചു നിൽക്കുക. ആ എഴുതി കൊടുക്കുന്നതിന്റെ ഹുക്കം എന്താണ്? സുന്നത്താണ് അതിന്റെ ഹുക്കം. അങ്ങനെ ഒരാൾക്ക് സലാം എഴുതി കൊടുത്താൽ അയാൾ സലാം അടക്കൽ എന്താ നിർബന്ധവുമാണ്. ആ നാവ് കൊണ്ട് പറയുന്നതിന് അതേ വിധി തന്നെയാണ്. എഴുത്തിലൂടെ സലാം ചെല്ലിയാലേ എഴുത്തിലൂടെയോ അതിൽ നാവ് കൊണ്ടോ സലാം അടക്കം നിർബന്ധമാണ്. ഇമാം നവവി തങ്ങൾ റോദയിൽ സലാമിന്റെ ആദാബുകൾ വിവരിച്ച കൂട്ടത്തിൽ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. എഴുത്തിലൂടെ സലാം അറിയിക്കുന്നതിനെ നാവ് കൊണ്ട് സലാം പറഞ്ഞാൽ മടക്ക നിർബന്ധമാണല്ലോ, അതുപോലെ മടക്ക നിർബന്ധമാണ്. അത് നാവ് കൊണ്ട് മടക്കിയാലും വേണ്ട, എഴുത്തിലൂടെ മടക്കിയാലും വേണ്ടില്ല, രണ്ടാളും നിർബന്ധമാണ്. അപ്പൊ അത് തന്നെയാണ് സ്വലാത്ത് എഴുതിയാലും പറഞ്ഞാലൊക്കെ കൂലിയുണ്ട്. പിന്നെ നാളെ തന്നെയാണോ റബീഉൽ അവ്വൽ 12? അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ. യുഎഇയിലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നാളെ റബീഉൽ അവ്വൽ 12 പിന്നെ അങ്ങനെ പറഞ്ഞു പോരുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ യുഎഇയിലൊക്കെ പൊതുഒഴിവ് എന്നാണ്. അത് ഇന്നലെ ശനിയാഴ്ച വരെയൊക്കെ ഒഴിവാണല്ലോ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇന്നുകൂടെ ലീവ് ആക്കിയാൽ അത് ജോലിക്കാർക്കൊക്കെ സുഖമായിരിക്കും. അതിന്റെ പേര് അങ്ങനെ ചെയ്യാണ്. സംഭവം നാളെയാണ്, ഈ ഗൾഫ് രാജ്യങ്ങൾ നാളെയാണ് റബീഉൽ അവ്വൽ 12. ബാങ്കിനുള്ള ജവാബും അതും വേണം. ബാങ്കിനുള്ള ജവാബും ദുആയും ഇഖാമത്തിനും വേണം. അത് സുന്നത്തന്നെയാണ്. ബാങ്ക് കൊടുക്കുന്ന ആള് ചെല്ലുന്നത് പോലെ അത് കേൾക്കുന്ന ആളുകൾക്കും ചെല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഇഖാമത്ത് കൊടുക്കുന്ന ആൾ ചെല്ലുന്നത് പോലെ പിന്നെ കേൾക്കുന്ന ആൾക്കും സുന്നത്താണ്. എതിരൊഴികെ ഖദ്ഖാമത്ത് സലാത്തിലൊഴികെ നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ ഉണ്ടല്ലോ ആ വിഷയമൊക്കെ. അവിടെ അഖാമഹ അല്ലാഹു അദാമഹ എന്നാ പറയേണ്ടത്. ഹയ്യ അല സ്വലാ എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയണം. അഖാമഹ അല്ലാഹു അദാമഹ എന്നാണ് ഖദ്ഖാമത്ത് സലാഹ് എന്ന വാക്ക് കേൾക്കുമ്പോൾ. അതൊക്കെ നമ്മുടെ ഫിഖിന്റെ കിതാബിലുള്ളതാണ്. അപ്പൊ ബാങ്ക് കൊടുക്കുന്ന ആൾ ചെല്ലൽ സുന്നത്തുള്ളത് പോലെ പിന്നെ കേൾക്കുന്ന ആളുകൾക്കും സുന്നത്തുണ്ട്. അതുപോലെ തന്നെയാണ് ഇഖാമത്ത് കൊടുക്കുന്ന ആള് ചെല്ലുന്നത് പോലെ ഈ കേൾക്കുന്ന ആൾക്കും ചെല്ലൽ സുന്നത്താണ്. അതിനുശേഷമുള്ള ദുആയും സുന്നത്ത് തന്നെയാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്.
അനന്തരാവകാശത്തിൽ ഉമ്മ, ഉപ്പ, ഭർത്താവ്, അതിന് ഞാൻ പിന്നീട് തരാം. നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരാളെ അനന്തരാവകാശം ചോദിക്കുമ്പോഴേ മരിച്ച ആളുടെ ആരൊക്കെ ഉള്ളത് കേട്ടാ. വല്ലാതെ മനസ്സിനെ അടങ്ങറാക്കുന്ന വിഷയമാണ് ഈ അനന്തരാവകാശ മസല ചോദ്യം. ഈ ചോദിക്കുന്ന ആളെ ആരൊക്കെ ഉള്ളതെന്ന് ചോദിക്കുമ്പോ ഉമ്മണ്ട്, ഈ ആളെ ഈ പറഞ്ഞ ആളെ അമ്മയും വാപ്പാനാണ് മുമ്പ് പറഞ്ഞത്. അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ ആ മരിച്ച ആളുടെ ആരൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പൊ മരിച്ച ആൾക്ക് ഇന്ന ആളുണ്ട്, മരിച്ച ആൾക്ക് അത് ചോദിക്കുന്ന നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളതല്ല ചോദ്യം. പിന്നെ മരിച്ച ആൾക്ക് ഇന്ന ആളുണ്ട്, അപ്പൊ ഭാര്യ ഉണ്ട്, ഇത്ര മക്കളുണ്ട്, അഞ്ചനുണ്ട്. അഞ്ചൻകാർ നിങ്ങളെ അഞ്ചനെ കുറിച്ചല്ല, മരിച്ച ആൾക്ക് ഇത്ര അഞ്ചനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അതൊക്കെയാണ് അറിയിക്കേണ്ടത് എന്ന് കൂടി അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് മറുപടി നൽകാം. നിങ്ങൾ ആരൊക്കെ ഉള്ളതെന്ന് വ്യക്തമായിട്ട് എഴുതിക്കോളൂ. അപ്പൊ അതിൽ ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞോട് പ്രത്യേക കാര്യമൊന്നുമില്ല. PM നിങ്ങൾക്ക് മറുപടി നൽകാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതല്ലെങ്കിൽ നല്ലത് അങ്ങനെ വിളിച്ചു ചോദിക്കലല്ലേ, എന്നാ പിന്നെ ഇത്ര അടങ്ങാറില്ല. അത് പിന്നെ നമുക്കൊന്ന് ടെലിഫോൺ ചെയ്ത് ചോദിക്കാൻ ആണെങ്കിൽ പിന്നെ അതായിരിക്കും നന്നാവുക. തഹജ്ജുദിന് ശേഷം വിത്ർ നിസ്കരിച്ചു കൂടെ എന്നാണ്. തഹജ്ജുദിന് ശേഷം വിത്ർ നിസ്കരിക്കുകയാണ് ഏറ്റവും ഉത്തമം. തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ആളാണ് എങ്കിൽ അയാളെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വിത്ർ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. ഇശാന്റെ ശേഷം വിത്ർ നിസ്കരിക്കും ചെയ്യാം. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ ഉണരും എന്ന് ഉറപ്പുള്ള ആളാണ്, അയാൾക്ക് ഏറ്റവും നല്ലത് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വിത്ർ നിസ്കരിക്കലാണ്. നേരെ മറിച്ച് തഹജ്ജുദ് നിസ്കരിക്കാൻ ഉണരുമോ ഇല്ല എന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ വിത്ർ നിസ്കരിക്കലുമാണ് ഉത്തമം. പിന്നെ വലിയ അശുദ്ധി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലിയ അശുദ്ധി ഉണ്ടായപ്പോൾ ഡ്യൂട്ടി ആകാമോ? ഭക്ഷണം കഴിക്കാമോ? പിന്നെ വല്ല തട്ടിയാൽ ആ വസ്ത്രം നജസാകുമോ? എന്തൊക്കെ ചോദ്യം റഹ്മാനെ റബ്ബേ. വലിയ അശുദ്ധി ഉണ്ടായാൽ ആ കുളിക്കണതിന് മുമ്പ് ഡ്യൂട്ടിക്ക് പോകണോണ്ട് വിരോധം ഉണ്ടോന്നാ അല്ലേ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിസ്കരിച്ചാലൊക്കെ മതി. വലിയ അശുദ്ധിയോട് കൂടി ഒരാൾ ജോലി ചെയ്യാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല. ആൾക്ക് ഡ്യൂട്ടിക്ക് പോവുകയൊക്കെ ചെയ്യാം, ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി കുളിക്കണതിന്റെ മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ആണെങ്കിൽ ഒളു ചെയ്യൽ സുന്നത്തുണ്ട്. ഒരു ഒളു ചെയ്യൽ സുന്നത്തുണ്ട്. കുളിക്കൽ നിർബന്ധമുള്ളത് പിന്നെ നിസ്കാരത്തിന്റെ വക്ത് ഖളാവുന്നതിന്റെ മുമ്പായിട്ട് കുളിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ്, അത്രേ ഉള്ളൂ. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിക്കൽ നിർബന്ധമില്ല, ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് കുളിക്കൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. നിസ്കരിക്കാനാണ് ഇപ്പൊ അത് കുളിക്കൽ നിർബന്ധമുള്ളത്. ഹൈദ്കാരിക്ക് മൗലിദ് കഴിക്കാൻ പറ്റുമോ? മൗലിദ് കഴിക്കാൻ പറ്റുമോ? മൗലിദ് ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യം അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ. മൗലിദ് ഓതാവുന്നതാണ്, വിരോധമില്ല. ഹൈദ്കാരിക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളൂ. ഖുർആൻ തന്നെ ഖുർആൻ എന്ന കരുത്തോടു കൂടി ഖുർആൻ ഓതാൻ പാടില്ല. ഖുർആൻ എന്ന കരുത്തോടു കൂടി ഖുർആൻ ഓതാൻ പാടില്ല. ഞാൻ ഖുർആൻ എന്ന കരുത്തോടു കൂടി അല്ലാതെ ഖുർആൻ ഓതും ചെയ്യാം. ഇപ്പൊ മൗലിദൊക്കെ ഓതുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു ആയത്തൊക്കെ ഉണ്ടാവും അല്ലേ? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും ആയത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് ഖുർആൻ എന്ന കരുത്തോടു കൂടി അല്ലാതെ ഓതാവുന്നതാണ്. അതാ മൗലിദിൽപ്പെട്ട റസൂലുള്ളാഹിനെ വിവരിക്കുന്ന ഒരു വാചകമാണ് എന്ന നിലക്കൊക്കെ ഓതാം. ഖുർആൻ എന്നുള്ള കരുത്തോടു കൂടി ഓതരുത്, അത്രേ ഉള്ളൂ. ദിക്ർ എന്നുള്ള കരുത്തോടു കൂടി ഓതാം, വലിയ ഒന്നും കരുതാതെയും ഓതാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ വാങ്ങാൻ പറ്റുമോന്നോ? കമ്മീഷൻ വാങ്ങുക ചെയ്യാം. ഇങ്ങനെ കമ്മീഷൻ വാങ്ങുന്ന പറഞ്ഞാൽ ഇത്ര രൂപയുടെ വിൽപ്പന നീ നടത്തിയാൽ ഇത്ര ശതമാനം നിനക്ക് പിന്നെ കമ്മീഷൻ തരുന്നതാണ്. ഒരു കമ്പനി പറഞ്ഞിക്കാണ് അല്ലേ? ഇത്ര രൂപയുടെ കച്ചവടം നടത്തുകയാണെങ്കിൽ അതിന്റെ എത്ര ശതമാനം നിനക്ക് നൽകുന്നതാണ്. അങ്ങനെയുള്ള കമ്മീഷൻ അത് പിന്നെ വാങ്ങാവുന്നതാണ്. അതല്ലെങ്കിൽ ഏതായാലും ശരി, അങ്ങനെ ആ രീതിയിലുള്ള കമ്മീഷനൊക്കെ ആണ്. അതിന്റെ ഉടമസ്ഥൻ ഉണ്ടല്ലോ, അയാൾ ജോലി ചെയ്യുന്ന അതിന്റെ ഉടമസ്ഥൻ, ആ ഉടമസ്ഥൻ അറിഞ്ഞുകൊണ്ടുള്ള ഏത് ഇടപാടുകളും പറ്റുന്നതാണ്.
പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇബ്ലീസ് 3 തവണ കരഞ്ഞു. എപ്പോഴാണ്? അത് ഫിഖ് സംബന്ധമായ ചോദ്യമല്ല, അത് ക്വിസ് പ്രോഗ്രാം, അതിന് മറുപടി ഇപ്പൊ തരൂല. ഇടനിലക്കാരുമായി ജോലി ചെയ്യാൻ പാടുണ്ടോ ബ്രോക്കർ? അത് വിശദീകരിക്കണം. ആ ചോദ്യം ശരിക്കാണ്ട് വിശദീകരിക്കണം. ഇടനിലക്കാരെ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കച്ചവടം ചെയ്തു കൊടുക്കുന്നതിന് എന്തെങ്കിലും കമ്മീഷൻ വാങ്ങുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. രണ്ടു കൂട്ടർ അറിഞ്ഞുകൊണ്ടേ, ആ രണ്ടു കൂട്ടർ ആ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പിന്നെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുമല്ലോ. അതുകൊണ്ട് വിരോധമില്ല. അതിന്റെ കമ്മീഷൻ വാങ്ങുന്നത് കൊണ്ട് വിരോധമില്ല. പിന്നെ കാരംസ് കളിക്കാൻ പാടുണ്ടോ? ഇല്ല, ഹറാമാകുന്നു. കാരംസ് അത് ഹറാമാകുന്നു. ചെസ് ഉണ്ടല്ലേ, ചെസ് കളിയെ കുറിച്ച് അത് ഹറാമല്ല എന്ന് പിന്നെ ഹറാമാന്ന് പറഞ്ഞവരുണ്ട്, എന്നല്ലത് ഹറാമല്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. അതേസമയത്ത് പിന്നെ അപ്പൊ ചെസ് കളിയാണ്, ചെസ് ചതുരംഗ കളിയാണ്. അതിപ്പോ കളിക്കണോണ്ട് വിരോധമില്ല. ഒരു നല്ലൊരു വിഭാഗം ആളുകൾ ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നല്ലൊരു വിഭാഗം ഉലമാക്കൾ അത് ഹറാമല്ല എന്ന് പറഞ്ഞവരുമുണ്ട്. അതുകൊണ്ട് അത് അനുവദിക്കപ്പെടാവുന്നതാണ്. അതുപോലെ അതല്ല ഈ കാരംസ് കളികൾ അങ്ങനെയല്ല, അത് ഹറാമ് തന്നെയാണ്. കുല്ലു ലഅബിൻ ഹറാമാണ്. എല്ലാ കളികളും ഹറാമാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ പിന്നെ രക്ഷക്ക് ഉതകുന്ന സഹായം നൽകുന്ന രീതിയിലുള്ള കളിയാണ് ഇത്തരക്കളി. ഓടിക്കളിക്കണല്ലോ, അത് അനുവദിക്കപ്പെട്ട വിഷയമാണ്. കാരണം ചിലപ്പോൾ മനുഷ്യന് ഓടേണ്ടി വരുമല്ലോ. അപ്പൊ ഓടിക്കളിക്കുക, അതുപോലെ തന്നെ യുദ്ധത്തിന് സഹായകമാകുന്ന രീതിയിലുള്ള കളികൾ, അമ്പെയ്ത്ത് കളി, വെടിവെച്ചിട്ട് പിന്നെ പഠിക്കുക, ഒരു പോയിന്റിലേക്ക് ചാടി പഠിക്കുക, അല്ലെ, അതൊക്കെ യുദ്ധത്തിന് സഹായിക്കുന്നതാണ്. അപ്പൊ അത്തരം കളികളൊക്കെ ആകാവുന്നതാണ്. അതല്ലാത്ത കളികളൊക്കെ ഹറാമാണ്. പിന്നെ ഇനി എന്തെങ്കിലും കുറെ ചോദ്യമൊക്കെ വായിച്ച് കുറെ PM ഉണ്ടായത് കാരണം ഇതൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് വായിക്കട്ടെ. ഇതൊക്കെ ആക്കംപോലെ ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് കുറെ PMന്റെ മേലെ PM ആകുമ്പോൾ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് PM മറുപടി നൽകാൻ പറ്റുന്നതിന് PM നൽകാൻ, ബാക്കിയുള്ളത്